നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ മാത്തരാനിലെ ഡേ 2 ആണ് കേട്ടോ. രാവിലെ ഒരു 6:30 ആയപ്പം തന്നെ ഞങ്ങൾ സ്ഥലം കാണാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാത്തരാൻ്റെ ഉള്ളിൽ നിറയെ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ, ഒരുപാടുണ്ട്. അപ്പം എങ്ങനെ പോയാലും ഒരു 2-2.5 മണിക്കൂറോളം നമുക്ക് ഈ ഒരു മാത്തരാൻ മൊത്തം കവർ ചെയ്യാനെടുക്കും. അപ്പം ഇന്ന് തന്നെയാണ് നമ്മുടെ മുംബൈ സിറ്റിയിലേക്കുള്ള ട്രെയിനും, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങി കേട്ടോ. അപ്പം നമ്മളിതാ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു സൈഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും, അതേപോലെ ഈ ഒരു സൈഡിലേക്കും പോകാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ വ്യൂ പോയിൻ്റ് കാണാൻ പറ്റില്ലേ, അങ്ങനത്തെ ഒരു ടെൻഷനേ വേണ്ട. കാരണം നമുക്ക് എല്ലാ വ്യൂ പോയിൻറ്റും കാണാൻ പറ്റും, കാരണം നമ്മൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് നമ്മൾ വരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ അവിടെ കാണാൻ. ഇതൊരു പാർക്കാണ് കേട്ടോ, ചെറിയ ചെറിയ കുട്ടി കുട്ടി ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. നല്ല സൂര്യപ്രകാശത്തിൻ്റെ ആ ലൈറ്റും, അതേപോലെ കുതിരകളുടെ സൗണ്ട്, കുരങ്ങന്മാർ, കിളികൾ, ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ കാണാനുണ്ടായിരുന്നത്. ഈ കാണുന്നത് ഒരു കുട്ടി ബംഗ്ലാവാണ് കേട്ടോ. പണ്ട് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു ബംഗ്ലാവാണ്. ഇതിന് മധു ഹൗസ് എന്നാണ് കേട്ടോ പേര്. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമോ, നമുക്ക് കാണാനുള്ള അവൈലബിൾ ഉണ്ടോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നമ്മൾ രാവിലെ പോയതുകൊണ്ട് തന്നെ ഒന്നും അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയമല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന സമയത്തൊന്നും ഇതുവരെ അതിൻ്റെ അകത്ത് കയറാനുള്ള പ്രവേശനം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു പോസിബിൾ ഇല്ലാതില്ല, കാരണം നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പണ്ട് പോയ സമയത്ത് കുറച്ച് കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പം ഓപ്പൺ ആയിരിക്കാം, അറിയില്ല. അങ്ങനെ നമ്മളിതാ ഫസ്റ്റത്തെ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. അറിയില്ല. ലേക്ക് ഇതൊന്നല്ല. ലേക്ക് ഇതല്ലേ, ഇതൊരു വാട്ടർഫോൾ ആയിരുന്നു. അപ്പോൾ ഗൈസ്, ഇത് ഒരു ഫസ്റ്റത്തെ ഒരു വ്യൂ പോയിൻ്റ് ആണ്. ഇതിൻ്റെ പേര് സീലിയ വാട്ടർഫോളാണ്, സീലിയ ഒരു വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. പണ്ട് ഇതിലെ കൂടെ ആയിരുന്നു ഒരു വാട്ടർഫോൾ പോയിട്ടുണ്ടായിരുന്നെന്ന് കണ്ടിട്ടൊരു തോന്നലുണ്ട്. ഇപ്പോൾ വെള്ളമൊന്നും ഇല്ല, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. അവിടേക്ക് ഒരു ഇതുണ്ട്, ഡാമാണ്. അപ്പോൾ അവിടേക്ക് ഒരു ഡാമും ഉണ്ട്. അപ്പോൾ അവിടേക്കും പോവാം, ഇവിടേക്കും പോവാം. എന്തൊക്കെയാ പറഞ്ഞു അറ്റത്തേക്ക് പോകാൻ പറ്റുന്നുണ്ട്. നല്ല ചുറ്റിലെടുക്ക്. ഷിജിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നൊരു പട്ടിയാട്ടോ. പക്ഷെ ഇതായിരിക്കില്ല ഇപ്പം കാണുക, കുറച്ച് കഴിഞ്ഞാൽ വേറെ ആയിരിക്കും. എല്ലായിടത്തും ഓരോന്നുണ്ട്, നമ്മളെ കാണുമ്പോൾ അത് കയറി വരുന്നുണ്ട്. അപ്പുറത്തൊക്കെ ഓരോ വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ, കാരണം അവിടെ നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് വന്നത് ഈ ഒരു വ്യൂ പോയിൻറ്റിലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഒരു സീലിയ വാട്ടർഫോളിലാണ് കേട്ടോ. അപ്പോൾ മുഖമൊക്കെ ഭയങ്കര ടയേർഡായിട്ടുണ്ട്, കാരണം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഫുള്ള് ട്രാവലായതുകൊണ്ട് തന്നെ ഫേസൊക്കെ കണ്ണിൻ്റെ അടിയിലൊക്കെ അങ്ങനെ നീര് വെച്ച പോലെ ഉണ്ട്. ഇനിയും കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഇപ്പം മാത്തരാനിൽ വരുന്നവർക്ക് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വഴിയൊക്കെ നല്ല സെറ്റാക്കിയിട്ടുണ്ട്. വഴി തെറ്റിപ്പോവേ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. പോരാത്തതിന് എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്, എവിടേക്കാണ് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ. പണ്ട് ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് വഴി തന്നെ ഫുള്ള് കൺഫ്യൂഷനായിരുന്നു, കാരണം ഒരു ചെറിയൊരു ഇടവഴി ഫുള്ള് കാടൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതിനൊക്കെ നല്ല മാറ്റമുണ്ട്. അതുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും വന്നോളൂ കേട്ടോ. അടിപൊളി സ്ഥലമാണ്. പിന്നെ സീസൺ ടൈം നോക്കിയിട്ട് വരികയാണെങ്കിൽ ഭയങ്കര റഷ് ആയിരിക്കും, പിന്നെ എക്സ്പെൻസീവ് ആയിരിക്കും, റൂമൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, എല്ലാ സീസണിലും വരാൻ പറ്റും. പക്ഷേ വിൻ്റർ സീസണിലാകുമ്പോൾ ഒന്നും കൂടെ ഭംഗിയാണ് കേട്ടോ.
കാണാനൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട്, ഡാമുണ്ട്, അവിടെ പോകണം. പിന്നെ വേറെയും കുറേ സ്ഥലത്ത് വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഇവിടെ കുറേ നല്ല നല്ല സ്പോട്ട് ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ വ്യൂ പോയിൻ്റ് ആണെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പം എല്ലാം ഏകദേശം ഒരേപോലെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അതേപോലെ നമുക്ക് ഇവിടെ ഈ ഒരു സ്ഥലം ഒന്നും കാണണമെങ്കിൽ നമുക്ക് ഗൈഡിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് വന്ന് കാണാൻ പറ്റും. കാരണം എല്ലായിടത്തും ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഏതാണ് വ്യൂ പോയിൻ്റ്, എന്താണ് ഹിസ്റ്ററി, അങ്ങനെയുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഡാം. പക്ഷെ ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാര്യമായിട്ട് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വെള്ളം നിറയുമ്പം നല്ലോണം നിറഞ്ഞിട്ട് ഈ ഒരു വഴി കൂടെ അങ്ങനെ പോയിട്ട് നമ്മളിപ്പോൾ പോയ വ്യൂ പോയിൻ്റ് ഇല്ലേ, അവിടെ കൂടെ ഇത് വെള്ളം ചാടുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് കാര്യമായിട്ട് പറയാനും കാണിക്കാനും ഒന്നുമില്ല. അപ്പോൾ ഇതും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ആ കാണുന്നത് ഒരു ശിവൻ്റെ അമ്പലമാണ്. അത് നല്ല രസമാണ്, അടിപൊളിയാണ് കാണാൻ. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഈ സ്ഥലത്തുണ്ടല്ലോ നല്ല വെള്ളം നിറഞ്ഞിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഒരു വെള്ളം പോകുന്ന സൈഡിൽ കൂടെ നമുക്ക് നടന്നു പോകാനുള്ളൊക്കെ വഴിയുണ്ട്. അത് കൂടെ വരാൻ നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ നമ്മളിതാ അമ്പലത്തിൻ്റെ അവിടേക്ക് പോവുകയാണ്. അമ്പലത്തിൻ്റെ അവിടേക്ക് പോകുന്ന വഴിയിൽ ഇങ്ങനെയാണ് കേട്ടോ കാണാൻ. ഇതൊരു ശിവൻ്റെ അമ്പലമാണ്. പൂജയും കാര്യങ്ങളൊക്കെ ഈ അമ്പലത്തിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് കുട്ടി കുട്ടി കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചായ കുടിക്കണമെങ്കിൽ, വെള്ളം വാങ്ങണമെങ്കിൽ, എന്തെങ്കിലും കഴിക്കണമെങ്കിലൊക്കെ ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിറയെ കുരങ്ങന്മാരാണ്. അതുകൊണ്ട് എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന കുരങ്ങന്മാരാണ് കേട്ടോ. കുറച്ച് ഡേഞ്ചറാണ്. എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കിട്ടാതെ അവർ പോവില്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ അവരുടെ മുന്നിൽ പോകുന്നത്. ചില കുരങ്ങന്മാർ ഭയങ്കര ഡേഞ്ചറാണ്, ചിലത് കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ ഈ വൈറ്റ് കളറ്, മുഖത്തിങ്ങനെ ബ്ലാക്ക് ആയിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് കുരങ്ങന്മാരും ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. അവരെ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുക രാവിലത്തെ സമയത്തും അതേപോലെ കാടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. നമ്മൾ പോകുന്ന പോക്കിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലോഡ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വ്യൂ പോയിൻറ്റിലാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് കൂടുതലും നമുക്ക് കാണാനുള്ളത് വ്യൂ പോയിൻ്റാണ്. പല പല സ്ഥലത്ത് നിന്നിട്ടും പല പല പേരിൽ അങ്ങനെയുള്ള കുറേ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് വേറൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ചെറിയൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് കിങ് ജോർജ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും കാണാൻ ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ്. അപ്പോൾ ആ കാണുന്ന പോയിൻ്റാണ് ഇവിടുത്തെ മെയിൻ കേട്ടോ. ലൂസിയ പോയിൻ്റ് എന്ന് പറയുന്നത് അതാണ്. അതിനി എക്കോ പോയിൻ്റ് ആണെന്നറിയില്ല. എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്കൊന്നും കൂടെ കൺഫേം ചെയ്യാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് എക്കോ പോയിൻറ്റിലാണ് കേട്ടോ. എക്കോ പോയിൻറ്റും അതേപോലെ ലൂസിയ പോയിൻറ്റും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. പിന്നെ ഇതിൽ ചില സ്ഥലത്ത് സൂയിസൈഡ് പോയിൻ്റ് എന്നും പറയുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇവിടെ അത് കാണാൻ. അപ്പോൾ ഇതാണ് കേട്ടോ എക്കോ പോയിൻ്റ്. ഈ ഒരു വ്യൂ പോയിൻറ്റിന് എക്കോ പോയിൻ്റ് എന്ന് പേര് വരാൻ കാരണം തന്നെ എക്കോ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. നമ്മളത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്, നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്നത് ഛത്രപതി ശിവാജി മഹാരാജ് മെമ്മോറിയലാണ്. ഇതിൻ്റെ അകത്തേക്ക് പോകാനൊക്കെ പറ്റും കേട്ടോ. ടിക്കറ്റിന് 10 രൂപ 20 രൂപ അങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ പോയ സമയത്ത് അത് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു മെമ്മോറിയലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കുഞ്ഞു കടയുണ്ടായിരുന്നു. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചെറുതായിട്ട് പനിയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ചൂട് ചായ കുടിക്കാമെന്ന് വെച്ചാൽ ചായയും, പിന്നെ അതേപോലെ തന്നെ ഈ മഹാരാഷ്ട്രൻ്റെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റാണ് പൊഹ എന്ന് പറയുന്നത് കേട്ടോ. ഒരു തരം അവിലാണത്. അതിലിങ്ങനെ ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ അതും പിന്നെ ചായയും പിന്നെ ഒരു ഓംപ്ലേറ്റും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും അടുത്ത വ്യൂ പോയിൻറ്റിലേക്ക് പോവുകയാണ്. നല്ല ടയേർഡായിട്ടുണ്ട്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹണിമൂൺ പോയിൻറ്റിലേക്കാണ് കേട്ടോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നതെന്നൊന്നും ചോദിച്ചാൽ ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹണിമൂൺ പോയിൻറ്റിലേക്കാണ്. ഇതാണ്
ഹണിമൂൺ പോയിന്റ്. എന്നാലും ഇതിനെന്തായിരിക്കും ഹണിമൂൺ പോയിന്റ് എന്ന് വരാൻ കാരണം? ये हनीमून पॉइंट है ना? हाँ, वही मैं पूछ रही हूँ क्या है. അപ്പോൾ നമ്മൾ ഹണിമൂൺ പോയിന്റിൽ എത്തിയിരിക്കുന്നു ഗൈസ്. പക്ഷേ ഏതാണ് റീസൺ ഇതിന് പേര് വരാനൊന്നും ഒരു ഐഡിയ ഇല്ല. ആരോടും ചോദിച്ചിട്ട് ഞാൻ വോയിസ് ഓവർ ആയിട്ട് കൊടുക്കുന്നതാണ്. This is honeymoon point. ദിസ് ഈസ് ഹണിമൂൺ പോയിന്റ്. എന്തായാലും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പേര് വരുന്നത് കേട്ടോ. മൊത്തം കാടാണ്, പിന്നെ ചുമ്മാ പേരിടുന്നതായിരിക്കും ഇവരൊക്കെ, എന്താണെന്നൊന്നും അറിയില്ല. ഗൈസ്, അപ്പം നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളതാണ് ലൂസിയ പോയിൻ്റ്. ഇവിടെ ഇങ്ങനൊരു പേര് വരാൻ കാരണം എന്ന് പണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇവിടെ ലൂസിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. അതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ലൂസിയ പോയിൻ്റ് എന്നുള്ള പേര് വന്നത് എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അത് ബ്രിട്ടീഷ് കാലത്താണോ പിന്നെ അതിന് ശേഷമാണോ എന്നുള്ളത് കാര്യമായിട്ട് അറിയില്ല. അത് നമ്മൾ നമ്മുടെ മാത്തരാൻ മെയിൻ സിറ്റി പോയിട്ട് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരറിവാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ലൂസിയ പോയിൻ്റ്, പിന്നെ അതേപോലെ എക്കോ പോയിൻ്റ്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് വേറെ 2-3 സ്ഥലങ്ങളും കൂടെ നമുക്ക് പോയിൻ്റ് കാണാനുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അവിടെ കാണുന്നൊരു പോയിൻ്റ് ഇല്ലേ, ഫോക്കസ് ശരിയാവില്ല, ആ കാണുന്ന ആ ഒരു പോയിൻ്റ് അവിടെയാണ് കേട്ടോ എക്കോ പോയിൻ്റ്. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ കറങ്ങിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എക്കോ പോയിൻറ്റും ലൂസിയ പോയിൻറ്റുമാണ് മെയിനായിട്ടുള്ളത്. ഇവിടെ കുറേ മൂവീസും സീരിയലിൻ്റെ ഒക്കെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്ഥലമാണിത്. പിന്നെ വൈകുന്നേരം പിന്നെ അതേപോലെ രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഒരുവിധമൊക്കെ നമുക്ക് ചൂടൊക്കെ കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. ഇപ്പം തന്നെ കുറേ ചൂട് വന്നു തുടങ്ങി. ഒരു 10 മണിക്ക് ആയിട്ടേ ഉള്ളൂ കേട്ടോ ഞങ്ങളിവിടെ എത്തിയപ്പം തന്നെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കാണാൻ നല്ല രസമാണ് കേട്ടോ. മറ്റ് വ്യൂ പോയിൻറ്റിനേക്കാളും അടിപൊളിയാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമ്മളെ അത്രയും നല്ല സേഫോ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് വെച്ചാൽ അല്ല എന്നുള്ള സിറ്റുവേഷനിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ഇവിടുന്ന് ഞാൻ അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സൂയിസൈഡ് പോയിൻ്റ് എന്നും കൂടിയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സൈഡിലേക്കൊക്കെ പോകുമ്പം നമ്മളെ ആ ഒരു എന്താ പറയുക വ്യൂ പോയിൻ്റ് ഇല്ലേ, അതായത് താഴ്ചയിലേക്ക് നമ്മളതിങ്ങനെ വലിച്ചെടുക്കുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര സേഫ്റ്റി ആയിട്ട് ഇവിടെ നിൽക്കണം എന്നാണ് പറയുന്നത്. കുറേ എല്ലായിടത്തും കമ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു കുഞ്ഞൊരു പാറ പോലെ കാണുന്നില്ലേ, അതിൻ്റെ അവിടെ ഒരു കുഞ്ഞി തല കാണാനുണ്ട് കേട്ടോ. എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതാ ഇവിടെ ഒരു ചെറിയൊരു സൈഡിൽ കണ്ടോ, ഇവിടെ ചെറുതായിട്ടൊരു തല കാണുന്നില്ലേ, അത് അവിടെയൊക്കെ പണ്ട് പോകാൻ പറ്റുമായിരുന്നു എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ വർഷം മുന്നേ വന്നതാണല്ലോ, അപ്പോൾ ഒന്നുമില്ല. പിന്നെ അതേപോലെ സിബ് ലൈനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഭയങ്കര സേഫ്റ്റി നോക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം നമുക്ക് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് ആ ഒരു കാര്യത്തിൽ. കാരണം നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു ഫീല് നമുക്ക് വരുന്നുണ്ട്. ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ. അത് ഭയങ്കര ഹൈറ്റിലാണ് ഈ ഒരു വ്യൂ പോയിൻ്റ് ഉള്ളത്. താഴെയൊക്കെ നല്ല കുറേ അമ്പലവും വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ നല്ല അടിപൊളിയാണ്. എപ്പോഴെങ്കിലും വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും വരിക. അത് വരുവാണെങ്കിൽ തന്നെ വിൻ്റർ സീസണിൽ വരികയാണെങ്കിൽ ഒന്നും കൂടെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ആ മേലോട്ട് പോയി നോക്കട്ടെ, അവിടെ കുറച്ചും കൂടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് അവിടെ എത്തിയിട്ട് വീഡിയോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. दिव्या आ जाओ। 1 मिनट। आप वुड में जानते हो ना?
തട്ടി വെക്ക്. താഴെ തട്ടണം. पता नहीं साउंड ज्यादा हो रहा है. अयो अयो अयो. ले लो. ഈ ഒരു ഗ്രാമത്തിലേക്ക് പോവാനുള്ള വഴിയാണ് കേട്ടോ അത്. ഞങ്ങൾ വിചാരിച്ച കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള വഴി ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പ്രശ്നമൊന്നുമില്ല, നല്ല വഴിയാണ്. ഇവിടെ കുറച്ച് ഒരു ഗ്രാമം തന്നെ ഉണ്ട്. അവിടെ അമ്പലമുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യമുണ്ട്. ഇതാണ് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി കേട്ടോ. ഞങ്ങൾ ചുമ്മാ ഒന്ന് അപ്പുറത്ത് നമ്മുടെ വ്യൂ പോയിൻ്റ് ഇല്ലേ, ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ വ്യൂ പോയിൻറ്റിൽ ചെന്നപ്പോൾ ഇങ്ങനൊരു വഴി കണ്ട്. പിന്നെ സോളാറും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. കാരണം പാറേൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെയാണ് പണ്ട് പോവാറുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടാ ഒരു കുഞ്ഞു കുരങ്ങൻ കുട്ടിയുണ്ട്, 2 എണ്ണം ഉണ്ട് അവിടെ. അപ്പോൾ ആ ഒരു ഇതിൽ വേണ്ടിയിട്ട് വന്നതാട്ടോ. പക്ഷെ ഇങ്ങോട്ടേക്ക് പോകാൻ നല്ല റോഡൊക്കെ തന്നെയാണ്, ഇതേപോലത്തെ റോഡാണ്. പിന്നെ സോളാറുണ്ട്, രാത്രി വരുന്നതാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും താഴോട്ടേക്ക് പോയി ഇനി കയറണ്ടേന്നുള്ളതുകൊണ്ട് താഴോട്ടേക്ക് പോകുന്നില്ല. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ മാത്തരാനിലെ അവസാനത്തെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് സൺസെറ്റ് പോയിൻ്റാണ്. ഇവിടെ ഈവനിങ് ആണ് കേട്ടോ വരേണ്ടത്. മെയിനായിട്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വ്യൂ പോയിൻ്റാണ് ഇത്. അങ്ങനെ നമ്മൾ ഒരുവിധം എല്ലാ വ്യൂ പോയിൻറ്റും കവർ ചെയ്തിട്ടുണ്ട്. ചെറിയതായാലും വലിയതായാലും മെയിനായിട്ടുള്ള വ്യൂ പോയിൻ്റൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണം. അതിനു മുമ്പേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് വ്യൂ പോയിൻറ്റിൽ തീരെ നടക്കാൻ പറ്റാത്തവർക്കാണെങ്കിലും ചെറിയ ചെറിയ വ്യൂ പോയിൻറ്റിലേക്ക് നമുക്ക് കുതിരയുടെ ഒരു സവാരി അവൈലബിൾ ആണ് കേട്ടോ. ഇന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മുംബൈ സിറ്റിയിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഞങ്ങൾ മാത്തരാൻ നിരൾ വരെ മിനി ട്രെയിനാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും മാത്തരാൻ നിരളിലേക്കോ നിരളിൽ മാത്തരാനിലേക്കോ മിനി ട്രെയിൻ ബുക്ക് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പക്കാ ബോറിങ് പരിപാടിയാണ്. ഭയങ്കര ലാഗ് അടിച്ചിട്ടാണ് നമുക്ക് ആ ഒരു ട്രെയിന് പോവുക കേട്ടോ. ബെറ്റർ നിങ്ങൾക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അമൽ ലോഡ്ജിൽ നിന്ന് മാത്തരാൻ വരെയുള്ള മിനി ട്രെയിൻ കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസും ആകും, ബോറും അടി ഉണ്ടാവില്ല. ഇനിയുള്ള വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.